കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാമത്തെ വചനം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യതയുള്ളവരായി എണ്ണപ്പെടുന്നതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പോയി. ഇവിടെ നമ്മൾ ലോകത്തിൽ ഏതെല്ലാം കാര്യത്തിൽ സന്തോഷിക്കുന്നുണ്ട്? നമ്മൾ ലോകത്തിൻ്റെതായ പ്രവർത്തനങ്ങളിലെല്ലാം സന്തോഷിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം ഉണ്ടുമുറങ്ങിയും സ്നേഹം അറിഞ്ഞും അനുഭവിച്ചും കടന്നുപോയ ശിഷ്യന്മാര് ആത്മനിറവിൻ്റെ പെന്തക്കുസ്ത അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് കടന്നു പോകുമ്പോൾ, ഈ നാമം ഇനി ആരുടെയും മുമ്പിൽ പറയാൻ പാടില്ല എന്ന് താക്കീത് ചെയ്തപ്പോൾ, ശിഷ്യന്മാർ ഒന്നിച്ച് പത്രോസ് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, വേറെ ഏതെല്ലാം രീതിയിലാണ് നമുക്കൊക്കെ ഭാഗ്യം ലഭിക്കുന്നത്? ഇതൊരു ആത്മീയ വരമാ പ്രിയമുള്ളവരെ. യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവന്റെ നാമത്തെ പ്രതി അപമാനമേൽക്കുവാനുള്ള ഒരു ഭാഗ്യവും ഒരു യോഗ്യതയും നമുക്ക് കിട്ടുക എന്നത്, അത് കിട്ടിയ അവർ കർത്താവിന്റെ കൃപയിൽ എണ്ണപ്പെട്ടതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തെയും വിട്ട് അവർ പോകാൻ ഇടവന്നെങ്കിൽ ഇതെത്ര വലിയ ഭാഗ്യമായിരിക്കും. യേശുവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ഉരിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ഓർക്കണം. അവർക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കർത്താവിന് വേണ്ടി ഇറങ്ങുന്നത്. ഇന്ന് നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകളെല്ലാം നമ്മൾ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുനാമത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അനേകരുടെ രക്തസാക്ഷിത്വം നമ്മൾ കാണുവാനും അറിയുവാനും ഇടവരുന്നത്. എന്തുകൊണ്ടാണ്? അപമാനമേറ്റ നമുക്ക് വേണ്ടി ക്രൂശിൽ കയറിയ നമ്മുടെ കർത്താവായ യേശുവിന്റെ മനോഭാവം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അടി കിട്ടിയപ്പോഴും നിന്ദനം കിട്ടിയപ്പോഴും പരിഹാസം കിട്ടിയപ്പോഴും എതിർത്തപ്പോഴും ഒക്കെ ആ ക്രൂശിലെ ക്രിസ്തു യേശുവിനെ കണ്ടാണ് അവർ കടന്നുപോയത്. അവരെന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ഈ ലോകത്തിന്റെ ആഡംബരത്തെ ജീവിക്കുന്നതിലല്ല, ലോകത്തിന്റെ മോഹങ്ങളിൽ പോകുന്നതിലല്ല, ലോകത്തിൻ്റെതായ ഒരു കാര്യങ്ങളിലല്ല. യേശുവിന് വേണ്ടി മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് അവർ പറയുവാൻ ഇടയായെങ്കിൽ, പ്രിയമുള്ളവർ, ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലും കേൾക്കുമ്പോൾ, ഈ വചനം നിങ്ങളുടെ കുടുംബത്തിലും കടന്നു വരുമ്പോൾ, നിങ്ങൾ യേശുവിന് വേണ്ടി സഹിക്കുവാനും ക്ഷമിക്കുവാനും പോകുവാനും തയ്യാറാണെങ്കിൽ, കർത്താവ് പറയാണ്, തിരുനാമത്തിന് വേണ്ടി ഭാഗ്യം ലഭിച്ചവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ കൃപയും അഭിഷേകവും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെയും ജീവിതത്തെയും മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ കടന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അപ്പോൾ കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ മുതൽ നിങ്ങൾ ഭാഗ്യമുള്ളവരായി മാറും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.